ഇതിലൂടെയൊക്കെ പോകുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇത്രേ ഉള്ളൂ, ഒരാൾക്കും ഒരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഒരു ഉറപ്പില്ലാത്ത റോഡുകളാണ് കേട്ടോ, ഏത് നിമിഷവും അടഞ്ഞു പോവാം എന്നുള്ള തരത്തിലുള്ള റോഡുകളാണ് കേട്ടോ. ഇതുണ്ട് കരിങ്കലിൻ്റെ ചീലുകളുണ്ട് കിടക്കുന്നത്. ഇതൊക്കെ ടയറിൽ കയറി കഴിഞ്ഞാൽ കീറൂലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറയാൻ എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ, കാരണം കാഴ്ചകൾ അത്രക്കുണ്ടേ. പിള്ളേർ ഓടി നടക്കുന്നുണ്ടോ? ഈ കൈവരി ഇല്ലാത്ത റോഡിന്റെ സൈഡിൽ കൂടെ പിള്ളേർ ഓടി നടക്കണ നോക്കിയേ, പാവങ്ങളല്ലേ. കുറേ നേരമായി, കുറേ കിലോമീറ്റർ ആയിട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, കുലുങ്ങി 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 കുലുങ്ങി. ഇടയ്ക്കത് ഇങ്ങനെ ഒരു റോഡ് വരും, പക്ഷെ ഈ റോഡിൻ്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുണ്ട്, പക്ഷെ കട 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 എന്നും പറഞ്ഞ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, കൈ ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കും. അതാ പ്രശ്നം. ക്യാമറയിൽ കാര്യമായിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷേ വണ്ടിയും ഞാനും ആകെ കിട്ടു 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 എന്നും പറഞ്ഞ് കുലുങ്ങിക്കൊണ്ടിരിക്കാം. ഇൻ്റർലോക്കാണല്ലോ, ബ്രിക്സ് ഇട്ട റോഡാണ്, അതാണ്. അപ്പോൾ നമ്മൾ സോജില പാസിലിട്ടാ, അതായത് ശ്രീനഗറിൽ നിന്ന് നമ്മൾ ലഡാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പാസ്സാണ് സോജില പാസ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 11,649 ഫീറ്റ് മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മളിത് നേരത്തെ കണ്ട റൈഡേഴ്സാണ്, മലപ്പുറത്തുള്ളവരാണ്. തിരൂരാണ്, തിരൂര്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് പറഞ്ഞോ? ഷെരീഫ്, അമീർ, ആദിൽ. ഓക്കെ, അപ്പൊ കണ്ടതിൽ സന്തോഷം. എന്തായാലും ഇതേപോലുള്ള യാത്രയിൽ റൈഡേഴ്സിനെ കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം. ഞാൻ പറയായിരുന്നു, ഇങ്ങനെ റൈഡേഴ്സ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ കൈ കാണിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പൊ കണ്ടതിൽ സന്തോഷം ബ്രോ. ഓക്കെ. പക്ഷേ സോച്ചില പാസ് നമ്മൾ ഇവിടെ നിന്ന് കയറുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തേക്ക് അത്ര വലിയ പ്രശ്നമുള്ള റോഡുകളല്ല സത്യത്തിൽ. അപ്പോൾ നമ്മുടെ ശ്രീനഗർ ലഡാക്ക് റൂട്ടിലുള്ള ആദ്യത്തെ പാസ് നമ്മൾ കയറി ഇറങ്ങുകയാണ് കേട്ടോ, സോച്ചില പാസ്. ഇനി ലഡാക്ക് യാത്രയിൽ നമുക്ക് ഒരുപാട് പാസ് ഉണ്ട്. ഈ ലഡാക്ക് എന്ന് പറയുന്നത് തന്നെ ലാൻഡ് ഓഫ് പാസസ് ആണ്, ലാൻഡ് ഓഫ് പാസസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതായത് പാസുകളുടെ നാടെന്നാണ് ലഡാക്കിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് പാസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ യാത്രകൾ കൊണ്ട് നമുക്ക് പയ്യെ പോകട്ടോ. കാണുന്നുണ്ടോ, അതൊക്കെ ആർമി ക്യാമ്പാണ് കേട്ടോ. ആർമി ക്യാമ്പ് എല്ലാ പാസസിന്റെ താഴെയും മുകളിലായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. എലോൺ എലോൺ ഓ ദൂസറേ കേരള. ഓക്കെ, താങ്ക് യു. സോജില പാസ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താഴെ വലിയൊരു വാലി പോകുന്നുണ്ട്, എന്താ രസം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മള് ഒരുപാട് നാള് ആഗ്രഹിച്ച് കൊതിച്ച് കാണേണ്ട, ഒരുപാട് നാള് ആഗ്രഹിച്ച് കൊതിച്ച കാഴ്ചകളാണ് ഇതൊക്കെ. ഓക്കെ, കുതിരകളും ആടുകളും ചെമ്പരിയാഴും കൂട്ടും ഒക്കെ കൂടിയായിട്ടേ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. സോജില പാസ് ഇറങ്ങുമ്പോൾ നല്ല റോഡാണ് കേട്ടോ. അത്ര വലിയ ഡീപ്പായിട്ടുള്ള കേർവ്സും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ചെറിയ വളവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. റോഡും നല്ലതാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഈ പാസ് ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് ദ്രാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഒരു ചെറിയ പട്ടണമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കാർഗിൽ കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റേ ഒന്നില്ലെങ്കിൽ ഇന്ന് ദ്രാസിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കാർഗിലായിരിക്കും കേട്ടോ. സ്റ്റേ ഒന്നും സെറ്റായിട്ടില്ല, അവിടെ ചെന്നിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. ഈ വെള്ളം കണ്ടോ, ഇത് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. കുടിക്കാൻ പറ്റിയ നല്ല വെള്ളം ഉണ്ട് അത്. ഇതുണ്ടോ, ആ മല ഉണ്ടോ, ആ മലേൻ്റെ അവിടെ ഐസ് ഉണ്ട്. ആ മല ഫുൾ ഐസ് കേട്ടോ. ഗ്ലൈസർ അല്ല കേട്ടോ, അത് ശരിക്കും ഐസാണ്. ആ ഒരു മലയിൽ മാത്രമാണ് നമ്മൾ ഇതുവരെ മഞ്ഞ് കണ്ടുള്ളൂ കേട്ടോ. നല്ല ഹൈറ്റിലാണത്.
നമ്മൾ സോജില പാസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദ്രാസ് കാർഗിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹെയർ പിൻ പോലത്തെ വളവാണ്. എല്ലാ റൈഡേഴ്സും നമ്മൾ കാണുമ്പോൾ കൈപൊക്കി കാണിച്ചില്ലെങ്കിലല്ലേ എന്തോ ഒരു സമാധാനക്കേടാ. തിരിച്ചവർക്ക് നമ്മളോട് കേട്ടോ. ഇതുണ്ട് അങ്ങേ അറ്റത്താണ് കേട്ടോ റോഡിന്റെ എൻഡ്, അതായത് പ്ലെയിൻ ആയിട്ടുള്ള റോഡ് കാണുന്നത്. അതുവരെ ഹെയർ പിന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാണുന്ന മലനിരകൾ മുഴുവൻ വിന്ററിന്റെ സമയത്ത്, സ്നോഫോളിന്റെ സമയത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഒരു കാഴ്ച, ആ ഒരു സുന്ദര കാഴ്ച നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ, എന്ത് രസമായിരിക്കില്ലേ. വിന്ററിന്റെ സമയത്ത് നമ്മൾ എന്തായാലും ഒന്നുകൂടി വരും കേട്ടോ. നമ്മളിപ്പോ ആകെ ഒരു മലയിൽ മാത്രമേ സ്നോ മൂടിക്കിടക്കുന്ന കണ്ടുള്ളൂ, ബാക്കിയൊക്കെ ഗ്ലൈസേഴ്സ് ആണ് നമ്മൾ കണ്ടത്. എന്തായാലും വിന്ററിന്റെ സമയത്ത് ജനുവരി ഫെബ്രുവരി മാസത്തില് നമ്മുടെ യാത്രയിൽ ചെറിയൊരു മുഖമൊക്കെ മിനുക്കിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഒന്നുകൂടി വരുന്നുണ്ട് കേട്ടോ, ദൈവം സഹായിച്ച. ഇവിടെ മിക്കതും ഇങ്ങനത്തെ ബ്രിഡ്ജസ് ആണ് കേട്ടോ, അതായത് ഫുള്ള് ഇരുമ്പായിട്ടുള്ള ബ്രിഡ്ജസ് ആണ് കേട്ടോ. ഓക്കെ, മലേന്റെ മുകളിൽ നിന്ന് ഐസ് ഒലിച്ച് വരുന്ന വെള്ളമാണ് കേട്ടോ. റോഡ് നല്ലതാണ്. സോജില പാസ് ഇറങ്ങി വരുമ്പോൾ, അതായത് കാർഗിൽ സൈഡിലേക്ക് പോകുമ്പോൾ റോഡ് വളരെ നല്ലതാണ്. വളവും തിരിവും ഉണ്ടെന്നുള്ളൂ. റോഡ് വളരെ നല്ലതാട്ടോ, ഓഫ് റോഡൊന്നുമല്ല. നമ്മള് സോജില പാസിന്ന് ഇറങ്ങി ലഡാക്ക് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടോ. ഈ നിൽക്കുന്ന ലഡാക്ക് പോലീസാണ്. അപ്പോൾ നമ്മൾ ആ നേരെ കാണുന്ന സ്ഥലത്ത് RT-PCR റിസൾട്ട് കാണിച്ചതിന് ശേഷം അവർ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ കാർഗിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് ആൻറ്റിജൻ ഒന്നുകൂടി എടുക്കേണ്ടി വരും കേട്ടോ. ലഡാക്കിലേക്ക് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള RT-PCR വെച്ചിട്ട് നമുക്ക് കടന്നു പോവാം. നമ്മൾ ഇന്ന് കാർഗിലിൽ സ്റ്റേ ചെയ്യുന്ന കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് ആൻറ്റിജൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഫ്രീ ആണ്. അപ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടി. നമ്മളിത് അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ കാർഗിലിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ലഡാക്കിലേക്ക് കയറി കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ വിട്ട് നമ്മൾ ലഡാക്കിലേക്ക് കയറിയിട്ടുണ്ട്. എന്താ പറയുക, 2-3 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ തന്നെ. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, നമ്മുടെ കയ്യിലൊക്കെ അവർ ഓരോ കാര്യങ്ങളൊക്കെ എഴുതും. ഇതുണ്ടോ, ഇതൊക്കെ കാണിച്ചാൽ നമുക്ക് ഓരോ ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ പറ്റുള്ളൂ. വെഹിക്കിൾ നമ്പർ, നമ്മുടെ പേര്, ഫാദർ നെയിം, നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ കടന്നിട്ടാണ് ഇപ്പോൾ നിലവിൽ 3 ചെക്ക് പോസ്റ്റ് നിലവിലിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ലഡാക്ക് തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. നമുക്ക് നേരെ കാർഗിലിലേക്ക് പോകട്ടാ. നമ്മൾ ഇതുവരെ ഓടിയതിൽ വെച്ച് ഏറ്റവും നല്ല റോഡെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് ഒരു കുഴി പോലും ഇല്ല കേട്ടോ. കുറേ നേരത്തിന് ശേഷം 4 ഗിയറിട്ട് വണ്ടി ഓടിക്കുന്ന ഇപ്പോഴാട്ടോ. റോഡ് കിടക്കുന്ന നോക്കിയേ, നീണ്ടത് പറഞ്ഞ അറ്റം വരെ. ഒരു രക്ഷയില്ലാട്ടോ. ഇങ്ങനെയുള്ള തണുപ്പുള്ള സ്ഥലങ്ങൾ മനുഷ്യയോഗ്യമാക്കി എടുക്കാനായിട്ടുള്ള കഷ്ടപ്പാട് എന്തായിരിക്കും അല്ലേ. മുമ്പൊക്കെ എന്തോരം കഷ്ടപ്പാടിന് ഒടുവിലായിരിക്കും ഇങ്ങനെ ഒരു സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയത്. നല്ല റോഡാട്ടോ, വളരെ നല്ല റോഡാട്ടോ. ഒരു കുഴി പോലും കാണാനില്ല കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ ചെമ്പരിയാടാട്ടോ. ഇത് നോക്കിയേ, ചെറിയ ചെറിയ പാറക്കല്ലുകൾ പോലെ തോന്നുമെങ്കിലും ചെമ്പരിയാടുകളാണ് കേട്ടോ, ആട്ടിൻ പറ്റങ്ങളാണ്. അവിടെ റോഡിന്റെ നടുക്കായിട്ട് വേറൊരു കൂട്ടം ചെമ്പരിയാട്. ഇതേപോലെ ചെറിയ മക്കളെ നമുക്ക് ഒരുപാട് കാണാം കേട്ടോ വഴി നീളെ. ഒരു കൂട്ടം ഈ സമരക്കാരോ എന്നെ പോലെ റോട്ടില്. ആ പുള്ളിയുടെ മേത്ത് കുഞ്ഞിരിക്കുന്നു നോക്കിയേ, ആ പുള്ളിയുടെ കുട്ടിയാന്ന് വേണ്ട. കശ്മീരി ആടൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. നേരത്തെ കാണിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്ത കേട്ടോ.
കുട്ടികളാണ് കേട്ടോ കൂടുതലും ഈ കുതിരകളെ കൊണ്ട് മേയ്ക്കാൻ പോകുന്നതും. അതുപോലെ തന്നെ ചില ചെമ്പരിയാടിയും കൂട്ടത്തിലൊക്കെ കാണാൻ പറ്റും. കുട്ടികളാണ്, ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ തണുപ്പ് കുറവുണ്ട് കേട്ടോ. നമ്മൾ ആ സോജില പാസ് കയറി കഴിഞ്ഞപ്പോൾ പാസ് കയറുമ്പോൾ എന്തായാലും തണുപ്പ് കൂടുതലായിരിക്കും. കാരണം വലിയൊരു കയറ്റം കയറിയിട്ട് നടുക്കായിരിക്കും പാസ്. ആ പാസ് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തണുപ്പ് കുറയും. ആ പാസിന്റെ മുകളിലുള്ള തണുപ്പാണ് കേട്ടത്. ഇപ്പോൾ നമ്മൾ കാറിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റോട്ടിൽ വലിയ തണുപ്പില്ല കേട്ടോ. കാറ്റടിക്കുമ്പോൾ ചെറിയൊരു തണുത്ത കാറ്റടിക്കുമെങ്കിലും നമുക്ക് വിറക്കുന്ന ടൈപ്പ് തണുപ്പില്ല. ശരിക്കും സോജില പാസിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല, ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും തണുപ്പായിരുന്നു കേട്ടോ. റോഡിന്റെ ഭംഗി നോക്കിയേ, എന്ത് ഭംഗിയാ. ശരിക്കും രണ്ട് മലനിരകളുടെ ഇടയിൽ കൂടിയുള്ള റോഡാട്ടോ. മലനിരകൾ വെട്ടി തെളിച്ച് ഉണ്ടാക്കിയേക്കുന്ന റോഡാണ്. അതിൻ്റെ നടുക്ക് കൂടെ ഒരു പുഴയും ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ ശരിക്കും നമ്മൾ മുന്നേ കണ്ട ആ മഞ്ഞ് മലയില്ലേ, അത് ഉരുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ആ മേഘങ്ങൾ വന്ന് നിൽക്കുന്ന അതിൻ്റെ ഷെയ്ഡ് കണ്ടോ മലകളിൽ, ഒരു പ്രത്യേക അനുഭൂതി കേട്ടത്. ഓഫ്, നോക്കിയേ, ചുറ്റും മലകളാണ് കേട്ടോ. ചുറ്റും മലകളുടെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിൽ മൊത്തം ആർമി ക്യാമ്പാണ് കേട്ടോ, പട്ടാള ക്യാമ്പാണ് കേട്ടോ. കാരണം കാർഗിലുമായി അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ദ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം പട്ടാളക്കാരാണ് കേട്ടോ ഇവിടെ, അവരുടെ ക്യാമ്പാണ്. നമ്മളങ്ങനെ ദ്രാസിലെത്തി കേട്ടോ. കാർഗിലിന് മുമ്പുള്ള ഒരു ചെറിയ ടൗണാണ് ദ്രാസ് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ചെറിയൊരു ടൗണാണ് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കാർഗിലിൽ സ്റ്റേ ചെയ്യാം. കാർഗിലിൽ ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 40-44 കിലോമീറ്ററോളം ഉണ്ട്. എന്തായാലും ഫുഡ് ഇവിടുന്ന് കഴിക്കാം, കാരണം രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ ദ്രാസ് ടൗണും കഴിഞ്ഞ് മുമ്പിലേക്ക് കാർഗിൽ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷം നൽകുന്നതും അതുപോലെ തന്നെ വളരെയധികം അഭിമാനം തോന്നിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. 1999 നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം കാർഗിൽ യുദ്ധത്തിൻ്റെ ശേഷിപ്പായിട്ട് ഒരുപാട് ധീര ജവാന്മാർ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പൊരുതി മരണപ്പെട്ട ആ ധീര ജവാന്മാർ അന്തിയുറങ്ങുന്ന മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. കാർഗിൽ വാർ മെമ്മോറിയലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചില്ല കേട്ടോ. ഇതാട്ടോ പാർക്കിംഗ് ഏരിയ. നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയലിന് മുമ്പിലാണ് ഉള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഡ്രോൺ പറത്താൻ പാടില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഈ കാണുന്നതാണ് കേട്ടോ കാർഗിൽ വാർ മെമ്മോറിയൽ. ഇതാണ് കേട്ടോ കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ മെയിൻ എൻട്രൻസ്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. എൻട്രൻസിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് വലതുവശത്ത് ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ബോർഡാണ്. അതായത് പരംവീർ ചക്ര അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ ധീര ജവാന്മാരുടെ ഫോട്ടോസാണ് കേട്ടോ. നമ്മുടെ മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ. അത് കടന്നു വരുമ്പോൾ നമുക്ക് പേരും ഡീറ്റെയിൽസൊക്കെ എഴുതുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. ബുക്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാനായിട്ട്. നമ്മളിതേ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ തരും. അതായത് ആർമിക്കാർ തന്നെയാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരും. അതായത് ഈ കാണുന്ന 2 സൈഡിലേക്കും നമ്മൾ കടക്കാൻ പാടില്ല. ഈ കാണുന്ന റോഡിലേക്ക് മാത്രം നടക്കാൻ പാടുള്ളൂ, താഴത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇതിവിടെ ഒരു വലിയ ഫ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒറിജിനൽ ആയിരിക്കണം കേട്ടോ. ഒറിജിനൽ ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് കാണാൻ പാകത്തിന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കാർഗിൽ യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരുടെയും അതുപോലെ തന്നെ പരംവീർ ചക്ര അവാർഡ് നേടിയവരുടെയും പ്രതിമകളാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. ഒരു ആദരവ് സൂചകം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇങ്ങനെയുള്ള പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ആദര സൂചകമായിട്ട്
ഒരുപാട് പേര് പ്രതിമകൾ ഇവിടെ സ്റ്റാച്ചു രൂപത്തിൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡസ് നദിയുടെ കരയിലും അതുപോലെ തന്നെ 2 മലകൾക്ക് നടുക്കുമായിട്ടാണ് കേട്ടോ ഈ കാർഗിൽ നഗരം സ്ഥിതി ചെയ്യണത്. കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിലേ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധമാണ് കേട്ടോ കാർഗിൽ യുദ്ധം. 1999 കേട്ടോ കാർഗിൽ യുദ്ധം നടക്കുന്നത്. യുദ്ധം സംഭവിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞ് വീഴ്ച സമയത്ത്, വിൻ്ററിൻ്റെ സമയത്ത് ഇന്ത്യൻ പോസ്റ്റിലും പാകിസ്ഥാൻ പോസ്റ്റിലും പട്ടാളക്കാർ നിൽക്കണ്ട എന്നുള്ളൊരു ഇരു രാജ്യങ്ങളും തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയം നോക്കി ഇന്ത്യൻ പോസ്റ്റിൽ പട്ടാളക്കാരില്ലാത്ത സമയം നോക്കി പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയിലേക്ക് കയറി ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുകയുണ്ടായി. അതിൽ കാർഗിലിൻ്റെ ഭാഗങ്ങളും പെട്ടിരുന്നു കേട്ടോ. കാരണം പാകിസ്ഥാൻ അറിയായിരുന്നു കാർഗിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേറെ മാർഗമില്ല എന്നുള്ളത്. കാരണം കാർഗിൽ വഴിയാണ് പ്രധാനമായിട്ടും ലഡാക്കിലേക്കും മറ്റും പോയിക്കൊണ്ടിരുന്നത്. പ്രധാന പാത അതായിരുന്നു. അപ്പോൾ കാർഗിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് വേറെ മാർഗമില്ല, പാകിസ്ഥാൻ പറയുന്നത് കേൾക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണ പുറത്താണ് കാർഗിൽ പിടിച്ചെടുക്കാനുള്ള പ്രധാന കാരണം കേട്ടോ. അങ്ങനെ മഞ്ഞുവീഴ്ച കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ പോസ്റ്റ് നോക്കാനായിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാനായിട്ട് ചെന്ന ജവാന്മാർ, ഇന്ത്യൻ സൈനികരെ പാകിസ്ഥാൻ സൈന്യം വധിക്കുകയും ചെയ്തിട്ടോ. ഇതിൻ്റെയൊക്കെ മറുപടിയായിട്ടാണ് കാർഗിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 1999 മെയ്യിൽ തുടങ്ങിയ യുദ്ധം ജൂലൈ 26 വരെ നീണ്ടു നിന്നിട്ടോ. പാകിസ്ഥാൻ സൈന്യം പിടിച്ചെടുത്ത ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യ തിരിച്ചു പിടിച്ചിട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ യുദ്ധ വിജയ ദിനമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അതെ, നമുക്ക് ഈ റിബൺ വരെ, ഇവിടം വരെ നമുക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇന്ത്യയുടെ വലിയൊരു ഫ്ലാഗും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ പല ഡെസിഗ്നേഷനിലുള്ള ഒരുപാട് ഫ്ലാഗ്സും അവിടെ നാട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച, ത്യജിച്ച ജവാന്മാർ ഉറങ്ങുന്ന പുണ്യ ഭൂമിയാണ് കേട്ടോ ഇത്. നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് അവർക്ക് ഒരു വലിയ സല്യൂട്ട് നൽകാം കേട്ടോ. അന്നത്തെ കാലത്ത് കാർഗിൽ യുദ്ധത്തിനും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനും അതുപോലെ തന്നെ പീരങ്കികളും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലായിട്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള പല പീരങ്കികളും നമുക്കിവിടെ കാണാം കേട്ടോ, യുദ്ധത്തിൻ്റെ ഒരു സ്മാരകമായിട്ട്. എനിക്കുൾപ്പെടെ നമുക്ക് പലവർക്കും കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കിട്ടിയ അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും കേട്ടോ. ശരിക്കും നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ, നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരുപാട് അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിച്ച ഒരുപാട് ജവാന്മാരുടെ സ്മരണകൾ നമുക്കിവിടെ കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി എത്രത്തോളം വലുതാണെന്നും ശക്തിയുള്ള ആർമിയാണെന്നും നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് തെളിവുകളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. ക്യാമറ ലെൻസിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അത് അവിടെ ഒരു സോൾജറിൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കല്ലുകൊണ്ടുള്ളൊരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ നിങ്ങൾ ഈ ഒരു യുദ്ധഭൂമി അല്ലെങ്കിൽ ഈ ഒരു സ്മാരകം നിങ്ങളൊന്ന് കാണണം കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരുപാട്, നമുക്ക് എന്താ പറയുക, നമുക്ക് അറിയാതെ നമുക്ക് ഒരുപാട് ധൈര്യം, മനസ്സിന് ധൈര്യം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളും ഈ സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഈ ഉറങ്ങിക്കിടക്കുന്ന ജവാന്മാർ നമുക്ക് നേടിത്തന്നതാട്ടോ. അവർ വഴി കിട്ടിയതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കേട്ടോ.